അപ്പൊ ഇതാണ് സീക്രട്ട് ഏജന്റ്. മലയാളികൾക്ക് മിക്കവർക്കും അറിയേണ്ടായിരിക്കും. പുള്ളിക്കാരനെ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയമായിട്ട് സാമൂഹ്യമായിട്ടുള്ള വിഷയങ്ങൾക്ക് അഭിപ്രായം പറയുന്ന വ്യക്തിയാണ് ഓൺലൈനിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ ബിഗ് ബോസിലൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ആളുടെ ഒരു 3-4 ഷോർട്സ് തന്നെ ശ്രദ്ധയിൽ വിട്ടു കഴിഞ്ഞ ദിവസം. ആളുടെ അല്ല, ഓൺലൈൻ മീഡിയാസ് ഇവനോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അപ്പൊ അവനതിനോട് റെസ്പോണ്ട് ചെയ്യണ സ്മോൾ ബിറ്റ്സ് ഓഫ് ഷോർട്സ് അതിന്റെ ശ്രദ്ധയിൽ വിട്ടു. അപ്പൊ അതിൽ ഒരു ഷോർട്സിൽ കണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൈക്ക് പിടിച്ച ആൾ ചോദിക്കാണ് സതീശനുള്ളതും പിണറായിക്ക് ഇല്ലാത്തതുമായിട്ടുള്ള കാര്യം എന്താണ് ഇവനോട് ചോദിക്കണത്, സീക്രട്ട് ഏജന്റിനോട് ചോദിക്കണത്. അപ്പൊ ഇവൻ എടുത്ത വഴി പറഞ്ഞു മനസാക്ഷി, അതായത് പിണറായിക്ക് മനസാക്ഷി ഇല്ല, അങ്ങനത്തെ ഒരു കാര്യമാണ് അവൻ പറയണത്. സതീശന് മനസാക്ഷി ഉണ്ട്, പിണറായിക്ക് മനസാക്ഷി ഇല്ല എന്നാണ് അവൻ പറയണത് അതിൽ. അപ്പൊ അതിലുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ഇവൻ ഈ പറഞ്ഞ പോലെ പിണറായിനെ മനസ്സിലാക്കിയത് ഈ പറഞ്ഞ പോലെ CPM വിരുദ്ധ മാധ്യമങ്ങളായിട്ടുള്ള ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ മറുനാടൻ മലയാളി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആൾക്കാരിൽ നിന്ന് മനസ്സിലായ അറിവിലായിരിക്കും പിണറായിനെ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ പറഞ്ഞ പോലെ മനസാക്ഷി എന്താണെന്ന് അറിയണ്ടാവില്ല. അതായത് ചിലപ്പോൾ ഈ ചിരിച്ച് കാണിക്കലായിരിക്കും മനസാക്ഷി ആയിരിക്കും ഇവൻ വിചാരിച്ചിട്ടുണ്ടാവും. പറഞ്ഞ മനസ്സിലായി. ഇപ്പോൾ എൻ്റെ ഒരു നിഗമനത്തിൽ എനിക്ക് മനസ്സിലായിരുന്നു ഇതിപ്പോൾ അവന്റെ പേഴ്സണൽ അഭിപ്രായമാണ്, അവന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. ഓഫ് കോഴ്സ് അതിനെ ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുന്ന പറഞ്ഞ മനസ്സിലായില്ലേ. ഇപ്പൊ എന്റെ ഒരു പെർസ്പെക്ടീവിൽ ഇപ്പോ പിണറായിയും സതീശനും ഏകദേശം ഒരുപോലെ തന്നെ രണ്ടുപേർക്കും വലിയ മനസാക്ഷി ഉണ്ടെന്നോ അല്ലെങ്കിൽ പൂർണ്ണമായ മനസാക്ഷി ഇല്ലാത്ത വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കൂടി പിണറായി ഇത്തിരി ഗൗരവത്തിലാണ് കാര്യങ്ങൾ ചെയ്യുക. അതിപ്പം മനസാക്ഷി ഉള്ള കാര്യങ്ങളാണെങ്കിലും ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിലും സതീശനാകുമ്പോൾ ഇത്തിരി ചിരിച്ചിട്ടായിരിക്കും. അത് മനസാക്ഷി ഉള്ള കാര്യങ്ങളാണെങ്കിലും ഇല്ലാത്ത കാര്യങ്ങളാണ്. അങ്ങനെ എനിക്ക് മനസ്സിലായത് പറഞ്ഞ മനസ്സിലായില്ലേ. അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഇവൻ ഈ പറഞ്ഞ പോലെ ഇവന്റെ രാഷ്ട്രീയം വെച്ചിട്ട് CPM വിരുദ്ധതയുള്ള രാഷ്ട്രീയമാണ് ഇവന്റെ. അപ്പോ അത് വെച്ചിട്ടായിരിക്കും ഇവൻ മറുപടി ആ ഒരു കോൺസെപ്റ്റിലായിരിക്കും പറയണ്ടാവും പറഞ്ഞ മനസ്സിലായില്ലേ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും വെറുക്കണ CPM-മാരൊക്കെ വെറുപ്പുണ്ടാവും. അപ്പോ ആ ഒരു രീതിയിലുള്ളൊരു റെസ്പോൺസ് ആയിരിക്കും. പിന്നെ വേറൊരു ഷോർട്സിൽ കണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലും പറയണത് ഇവന് മറ്റേ കാരണഭൂതൻ, അതായത് പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റ് സർക്കാരും ഇറങ്ങിപ്പോയത് ഭയങ്കര ഇഷ്ടമായി ഇവന് കമ്മ്യൂണിസ്റ്റുകാരെ ഒട്ടും പറ്റില്ല, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഇഷ്ടമല്ല, കമ്മ്യൂണിസ്റ്റുകാർ ഇഷ്ടമല്ല ഇവന്. അതാണ് അവൻ പറയണത്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ചിന്താഗതിന് ഇവന്. പക്ഷെ ഇതിലെന്ത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലുള്ള വേറെ കാര്യം, ഈ CPM വിരുദ്ധരായിട്ടുള്ള BJP കോൺഗ്രസ് ആൾക്കാർ വിട്, അല്ലാണ്ട് പൊതുജനങ്ങളും അല്ലെങ്കിൽ അന്തം കമ്മികളൊക്കെ ഇവന്റെ വീഡിയോസും കണ്ടിരുന്നു ഈ കഴിഞ്ഞ 10 വർഷം. അപ്പൊ ആൾക്കാർ മനസ്സിലാക്കുക നിങ്ങൾക്ക് എങ്ങനെയാണ് പറ്റിക്കപ്പെട്ടത്. അതായത് മറ്റേ കോൺഗ്രസ്സുകാരോ BJP-കാരോ അല്ല ഞാൻ പറഞ്ഞ അന്തം കമ്മികളും പൊതുജനങ്ങളും നിങ്ങൾ എങ്ങനെയാണ് പറ്റിക്കപ്പെട്ടതെന്ന് മനസ്സിലാക്കുക. അതായത് ഇപ്പം മാത്രമല്ല, ഇപ്പൊ ഏഷ്യാനെറ്റ് ന്യൂസ് അല്ലെങ്കിൽ മറുനാടൻ മലയാളി ഇവരൊക്കെ ഈ CPM വിരുദ്ധ വിഷം ചീറ്റുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ആൾക്കാർക്ക് വ്യക്തമായിട്ട് മനസ്സിലായി തുടങ്ങി. പക്ഷെ തുടക്കത്തിലൊക്കെ ഒരു നിഷ്പക്ഷത ലൈനിലാണ് ഇവർ പോവുക പറഞ്ഞ മനസ്സിലായ. അപ്പൊ ജനം മനസ്സിലാക്കുക പറഞ്ഞ ഇത് എന്റെ ഒരു എന്താ പറയുക അഡ്വൈസ് ആണ് ആർക്ക്, അന്തം കമ്മികൾക്കും പൊതുജനത്തിനും. ഇപ്പൊ കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ CPM വിരുദ്ധരോട് എനിക്കൊന്നും പറയാനില്ല. അങ്ങനെയുള്ളൊരു ശ്രദ്ധിക്കുക ഈ നിഷ്പക്ഷത നിങ്ങൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സാധാരണക്കാരൻ ഇപ്പൊ ഈ പറഞ്ഞ പോലെ മാധ്യമങ്ങളോ അല്ലെങ്കിൽ വാർത്തകളോ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കില്ല. അവരുടെ ഫീൽഡിൽ വരണം അല്ലെങ്കിൽ അവരുടെ അൽഗോരിതം പുഷ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുള്ളൂ പറഞ്ഞില്ല. അപ്പൊ അവർ കാണുമ്പോൾ ഇപ്പൊ സീക്രട്ട് ഏജന്റ് അല്ലെങ്കിൽ പറഞ്ഞ പോലെ ശ്രീജിത്ത് പണിക്കർ എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ എന്റെ 1-2 കസിൻസ് ഒക്കെ പറയുന്നത് ശ്രീജിത്ത് പണിക്കർ നിഷ്പക്ഷനാണ്. വെറുതെ BJP അനുകൂല സ്റ്റാൻഡും അല്ലെങ്കിൽ CPM വിരുദ്ധ സ്റ്റാൻഡാണ് അവൻ എപ്പോഴും എടുക്കാറ് പറഞ്ഞ മനസ്സിലായില്ല. അപ്പൊ അവിടെയൊക്കെ ആൾക്കാർ പറ്റിക്കപ്പെടാന്ന് ഇവര് ഈ പറ്റിക്കപ്പെടുന്ന ആൾക്കാർ കുറ്റം പറഞ്ഞ കാര്യം ഇവർക്ക് ഇതിന് നേരം ഉണ്ടാവില്ല, ഇവർ കാണുന്ന ഇവർ വിശ്വസിക്കുക. അപ്പൊ ശ്രീജിത്ത് പണിക്കർ അല്ലെങ്കിൽ ഇപ്പൊ സീക്രട്ട് ഏജന്റ് അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഏഷ്യാനെറ്റ് ന്യൂസ്, അപ്പൊ ഇങ്ങനെയുള്ളവരൊക്കെ നിഷ്പക്ഷരാണ് ഈ പൊതുജനങ്ങളും അന്തം കമ്മികളും വിചാരിക്കുന്നത് പറഞ്ഞ മനസ്സിലായില്ല. അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഈ CPM ഇത്ര വലിയ തോൽവി ഉണ്ടായത് പറഞ്ഞ മനസ്സിലായ. അപ്പൊ ആൾക്കാർ മനസ്സിലാക്കുക ആരും നിഷ്പക്ഷരല്ല, എല്ലാവർക്കും പക്ഷം ഉണ്ടാവും. അത് മനസ്സിലാക്കുക. പക്ഷം ഉണ്ടാവണമെങ്കിൽ തെറ്റില്ല, പക്ഷെ നിഷ്പക്ഷ എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിച്ചിട്ട് ആൾക്കാരെ പറ്റിയിരുന്ന പ്രശ്നം പറഞ്ഞ മനസ്സിലായില്ലേ. അപ്പൊ അതാണ് ആ ഒരു ഘടകം. അപ്പൊ ഇവൻ ഓട്ടോമാറ്റിക്കലി പറഞ്ഞു ഇവന് കമ്മ്യൂണിസ്റ്റ് ഇഷ്ടമല്ല. അപ്പൊ അവന്റെ രാഷ്ട്രീയ സ്റ്റാൻഡ് അവൻ ഇപ്പൊ വ്യക്തമാക്കി. ഇതിന് മുമ്പ് വ്യക്തമാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ കറക്റ്റ് ആയിട്ട് വ്യക്തമാക്കി അവൻ CPM വിരുദ്ധനാണ്, CPM ഇഷ്ടമല്ല അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഇഷ്ടമല്ല എന്നാണ് അവൻ പറയുന്നത്. അപ്പൊ മൂന്നാമതൊരു ഷോർട്സിൽ കണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ചോദിക്കേണ്ടത് ഈ പറഞ്ഞ പോലെ അടുത്ത 5 വർഷം കഴിയുമ്പോൾ CPM ഇല്ലാണ്ടാവും എന്ന് ആൾക്കാർ പറയുന്നുണ്ടല്ലോ എന്നാണ് ഈ മൈക്ക് പിടിച്ച ആൾ ചോദിക്കുന്നത്. അപ്പൊ ഇവൻ എടുത്തു വേണ്ട പറഞ്ഞു അത് വെറുതെ CPM ഒന്നും ഇവിടുന്ന് പോവില്ല. അപ്പൊ എന്താ കാര്യം എന്ന് ചോദിക്കും കാര്യം. അപ്പൊ ഇവൻ പറയും BJP ഉള്ളതുകൊണ്ടെന്ന്. അപ്പൊ ഇവൻ പറയും അതെന്താ BJP ഉള്ളതുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ പറയും ഈ മറ്റേ സതീശന്റെയും കോൺഗ്രസ്സുകാരുടെയും സ്ഥിരം ഡയലോഗ് ഇവൻ എടുത്തു പറഞ്ഞു. അപ്പൊ എനിക്ക് മറ്റേ ഡയലോഗായിട്ടുള്ള CPM BJP ഡീൽ ആ സംഭവം എടുത്തു പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ബലമായ സംശയം മാത്രം ഇവൻ കഴിഞ്ഞ 10 വർഷം അല്ലെങ്കിലും കഴിഞ്ഞ 5 വർഷം VD സതീശനും അവർക്കും വേണ്ടി PR വർക്ക് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അത് എക്സാക്ട് PR ഡയലോഗാണ് ഇവൻ പറയുന്നത് പറഞ്ഞ മനസ്സിലായി. അപ്പൊ ഇവനെ പോലുള്ളവരായിരിക്കും ഈ ക്യാപ്സുകളൊക്കെ ചിലപ്പോൾ ബിൽഡ് ചെയ്ത് കൊടുക്കണ്ടാവുക പറഞ്ഞ മനസ്സിലായി ഈ കോൺഗ്രസ് ടീമിന്. ഇതൊക്കെ പൊതുജനങ്ങളും അന്തം കമ്മികളും മനസ്സിലാക്കുക. ഇപ്പൊ കോൺഗ്രസ്സുകാർ മനസ്സിലാണ്, കാരണം അവർ ഓൾറെഡി CPM വിരുദ്ധരാണല്ലോ. അപ്പൊ CPM അനുകൂലിക്കുന്ന ആൾക്കാരും നിങ്ങൾ പറ്റിക്കപ്പെടാണ്ട് നോക്കാം പറഞ്ഞ മനസ്സിലായില്ലേ. അപ്പൊ ഇവൻ പറഞ്ഞ കാര്യം BJP CPM ഡീലുള്ളതുകൊണ്ട് CPM 5 വർഷം കഴിഞ്ഞാൽ ഇവിടുന്ന് പോവില്ലാന്ന്. ശുദ്ധ അസംബന്ധം. അതായത് ഇവന്റെ പോലുള്ള ഒരു ഈ അജണ്ട പുഷ് ചെയ്യണത് ഇവർക്ക് പറഞ്ഞ CPM തകർക്കണം, BJP വളർത്തണം എന്നല്ല.
പക്ഷെ CPM-നെ തകർത്തിട്ട് കോൺഗ്രസിനെ വളർത്താനാണ് ഇതൊക്കെ പറയുന്നത്. പക്ഷെ ഇവര് പോലും അറിയാണ്ട് നടക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്ക് ഇവിടെ ഡീല് നടക്കുന്നത് ഈ സതീശനും BJP ആണോ എന്ന് ആൾക്കാർക്ക് സംശയമുണ്ട്. ഞാൻ അത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ കണ്ടതിന് അതിനുള്ള ശരിക്കുള്ള എക്സ്പ്ലനേഷൻ ആൾക്കാർക്ക് മനസ്സിലാവും. അത് ശരിക്കും പോയി കണ്ടോയിരിക്കും നിങ്ങൾ. ശരിക്കും അതിന്റെ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞത് അതിനിവിടെ റിപ്പീറ്റ് ചെയ്യണല്ലേ. അപ്പോൾ ആൾക്കാർ മനസ്സിലാക്കുക, BJPക്ക് കേരളത്തിൽ ജയിക്കണമെങ്കിൽ ഹിന്ദു വോട്ട് വേണം. ഈ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ഏതാ? CPM ആണ്, കോൺഗ്രസ് അല്ല. കോൺഗ്രസിന്റെ തകർത്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടാൻ പോണത് ഈ പറഞ്ഞ പോലെ മുസ്ലിം വോട്ടും ക്രിസ്ത്യൻ വോട്ടൊക്കെ. അതുകൊണ്ട് കാര്യമില്ല, കിട്ടില്ല അവർക്ക്. പറഞ്ഞ മനസ്സിലായില്ല. അപ്പൊ കോൺഗ്രസിനെ തകർത്ത് ഓട്ടോമാറ്റിക്കലി കോൺഗ്രസിന്റെ വോട്ടേഴ്സ് BJPക്ക് അല്ല പോവാ, അവര് CPM-ക്ക് പോവാ. അപ്പൊ BJPക്ക് വേണ്ടത്, ഇപ്പൊ BJPയുടെ ഇന്ത്യയിലത്തെ ശത്രു എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്, അത് സംശയമില്ലാത്ത കാര്യം. പക്ഷെ കേരളത്തിൽ വരുമ്പോൾ കളി വേറെയാ. കേരളത്തില് CPM-ന്റെ മെയിൻ ശത്രു അത് കോൺഗ്രസ് അല്ല, അത് CPM ആണ്. അതെല്ലാവരും മനസ്സിലാക്കുക. അപ്പൊ ഈ അടുത്ത 5 വർഷം കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും CPM-നെ മാറ്റിട്ട് BJP-നെ മറ്റേ പ്രതിപക്ഷത്തെങ്കിലും എത്തിക്കാനാണ് ഈ പറഞ്ഞ ഏഷ്യാനെറ്റും ചില വലതുപക്ഷ മീഡിയാസ് ഒക്കെ കഷ്ടപ്പെട്ട് ശ്രമിക്കുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ. അപ്പൊ അതിൽ ആൾക്കാർ ഇത് മനസ്സിലാക്കുക, ഇതാണ് നമ്മുടെ പ്ലെയിൻ സൈറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. കാരണം ഈ CPM-നെ തകർക്കാണ്ട് BJPക്ക് ഒരു തരത്തിലും ഇവിടെ ഒരു എഡ്ജ് പോലും കിട്ടില്ല. അത് അരി കഴിക്കണ ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാവണം. അത് വരെ ഇവൻ തെറ്റിച്ച് പറയണമെങ്കിൽ, അല്ലെങ്കിൽ അത്രയ്ക്ക് നഗ്നമായ സത്യം വരെ ഇവൻ ഈ പറഞ്ഞ പോലെ BJP CPM ഡീലെന്ന് തമാശ പറഞ്ഞെങ്കിൽ ഓക്കെ, തമാശയാണോ ഇല്ലെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇവൻ പറഞ്ഞ കാര്യം അത് അറിയാത്ത ആൾക്കാർക്ക് ഞാൻ പറഞ്ഞിരുന്നതാണ്. ഒരു കാരണം വെച്ചാലും BJP ഉള്ളതുകൊണ്ട് ഇവിടെ CPM നിൽക്കുന്നു പറയുന്നത് ശുദ്ധ അസംബന്ധം, അതായത് ശുദ്ധ പൊട്ടതരെന്ന് പറയില്ലേ, ശുദ്ധ പൊട്ടതരാണ്. BJPക്ക് ഇവിടെ വളരണമെങ്കിൽ എങ്ങനെയും ഈ പറഞ്ഞ പോലെ CPM-നെ തകർത്തിട്ട് ഹിന്ദു വോട്ട് വാങ്ങണം, എന്നാൽ മാത്രമേ ഇവിടെ BJPക്ക് വളരാൻ പറ്റുള്ളൂ എന്ന് എല്ലാ പൂച്ച കുഞ്ഞുങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ അത് ആൾക്കാർ ശ്രദ്ധിക്കുക, പൊതുജനങ്ങളും അന്തംഗമ്മികളും ശ്രദ്ധിക്കുക. ഇപ്പൊ കോൺഗ്രസ്സുകാരും CPM വിരുദ്ധരായിട്ടുള്ള അല്ലെങ്കിൽ BJP-കാരൊന്നും അവർക്ക് ഇത് ഓൾറെഡി അറിയാം, അല്ലെങ്കിൽ അവർക്കിത് അവരെ എഫക്ട് ചെയ്യുന്ന കാര്യമല്ല. പക്ഷെ CPM-ന് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പൊതുജനങ്ങൾ ഈ പറഞ്ഞ പോലെ കാപട്യത്തിൽ വീഴാണ്ടിരിക്കുക, ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക.